സാറേ, ദൂരദർശൻ കാലത്ത് മുതലായാലും ഈ ചർച്ചകൾ വാർത്തയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാറുണ്ട്. ഈ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ ചർച്ച നയിക്കുന്ന ആളെ മോഡറേറ്റർ എന്നാ പറയുക. ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചാനലുകളിൽ അന്തിച്ചർച്ചകളുണ്ട്. ഈ അന്തിച്ചർച്ചകൾ എൻ്റെ ഷോ ആണ് എന്നാണ് വാർത്താ അവതാരം പറയുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന നിലപാടുകൾ ശരിയാകാൻ വേണ്ടി അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. എന്നെ എതിർക്കുന്ന ആളുകൾക്ക് സമയം കുറച്ചു കൊടുത്തുകൊണ്ട് അതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. ശരിക്കും അങ്ങനെ ഒരു നിലപാടാണോ ഈ ജേർണലിസത്തിൽ വേണ്ടത്? എൻ്റെ ഷോ എന്ന സങ്കല്പം തന്നെ തെറ്റാണ് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്ന ഒരാളാണ്. അതെ. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുന്നു. ആ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പറയാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നു, പാനലിൽ ഉൾപ്പെടുത്തുന്നു. അവർ പരസ്പരമുള്ള ചർച്ചയിലൂടെ ഒരു പുതിയൊരു ആശയം അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത പ്രേക്ഷകർ വരണം. അങ്ങനെ വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം നിറവേറുന്നില്ല. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം മുഖങ്ങളാണ് മിക്കവാറും. അതെ. അപ്പോൾ ഒരാൾ വന്ന് ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയൂ എന്നൊരു നല്ല ധാരണ നമുക്കുണ്ട്. ഞാൻ ആ ധാരണയിൽ പെടുന്നൊരാളാണ്. ആ ധാരയിൽ പെടുന്നൊരാളാണെങ്കിൽ ഞാൻ ഇന്ന് അവൻ തകർക്കും. ഞാൻ അത് മാത്രമേ നോക്കുള്ളൂ. മറ്റയാളെ അടിച്ചെടുത്തു. മറ്റൊരു ധാരയിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം എന്ത് പറയുന്നു എന്നായിരിക്കും ആ പ്രേക്ഷകർ ചിന്തിക്കുക. അങ്ങനെ ഒരു വിഭാഗീയത ഈ ചർച്ചകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വലിയ പരാജയം. ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം ആങ്കർ എന്തിനത് എൻ്റെ ഷോ ആയി കണക്കാക്കണം എന്ന് എനിക്കറിയില്ല. ഞാനത് അറിയാത്ത ഒരാളാണ്. എനിക്കറിയില്ല. അത് എൻ്റെ ഷോ അല്ലല്ലോ. എൻ്റെ ഷോ അല്ല. ഇതൊരു പൊതുവിഷയം നമ്മൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് അവർക്ക് വ്യക്തത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സാധാരണ നടപടിയാണ്. അതിൽ കിട്ടാവുന്ന ഒരുപക്ഷെ സിനുജി പ്രകോപിപ്പിച്ചാലാണ് ചില സാധനങ്ങൾ വരിക. അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രകോപിപ്പിക്കണം. അത് കഴിയുമ്പോൾ പറയുന്നത് നീ എന്നെ വെറുതെ ചൂടാക്കിയല്ലേ എന്ന് സിനുജിക്ക് ചോദിക്കാൻ സാധിക്കണം. അപ്പം ചേട്ടാ അല്ലെങ്കിൽ കിട്ടുമോ, അല്ലെങ്കിൽ ചേട്ടനൊരു വാക്ക് കിട്ടുമോ എന്ന് പറയുമ്പോൾ അത് പിറ്റേ ദിവസം സിനുജി വരുന്ന വേറൊരു വിഷയമായിട്ടാണെങ്കിൽ ഞാൻ പ്രകോപിപ്പിക്കുന്നില്ല. കാരണം വേറെ ആളാണ് പ്രകോപിപ്പിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ ചോദ്യങ്ങളാണല്ലോ അത്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ടതായ ഉത്തരം കിട്ടേണ്ടത്, ആ ചോദ്യങ്ങളാണല്ലോ നമ്മൾ ചോദിക്കുക. ഇതങ്ങനെയല്ല. ഈ ഒരു രാഷ്ട്രീയമുണ്ട് മാനേജ്മെൻറ്റിന്. അത് സാധാരണ നമ്മൾ രാഷ്ട്രീയം എന്ന് പൊതുവെ പൊതുജനം കരുതി വരും. നമ്മളല്ല, പൊതുജനം വിചാരിച്ചു വെച്ചിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി വെച്ചിട്ടുള്ള ചാനലുകൾക്ക് മാത്രമേ രാഷ്ട്രീയമുള്ളൂ. അത് ഓരോ ചാനലുകൾക്കും അത് അവരുടെ ഇവരുടെ. മറ്റ് ചാനലുകൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, നിഷ്പക്ഷമാണെന്നാണ്. അവർക്കും രാഷ്ട്രീയമുണ്ട്, അറിയാലോ. വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ആ ബിസിനസ് താല്പര്യത്തിന് ഹാനികരമായിട്ടൊന്നും ഒരു ചെയ്യില്ല. അതിന് ഹാനികരമാവുന്ന രാഷ്ട്രീയത്തെ തൊടില്ല. പക്ഷെ അത് വളരെ മനോഹരമായി മൂടി വയ്ക്കാൻ അവർക്ക് സാധിക്കും. സാർ, ഇപ്പോൾ ഒറ്റ സംശയം. ഇപ്പോൾ ഈ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്ക് അവാർഡ് കൊടുത്തില്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ചാനലിൽ ഒരു ആങ്കർ വിളിച്ചിട്ട് ഒരു ജൂറി അംഗത്തോട് ചോദിക്കുന്നു. എന്നിട്ട് ഈ ജൂറി അംഗത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അയാൾ തിരിച്ചതിനൊരു മറുപടി പറയുന്നു. ഈ മറുപടി പറയുമ്പോൾ ആഹാ ഇത് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചൂടാകുന്നു. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻസിഡൻറ്റ് മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ വാർത്ത അവതരിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മേൽ തട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ വാർത്താ അവതാരകരുടെ ഒരു ധാർഷ്ട്യം, എനിക്ക് എന്തും ആരോടും ചോദിക്കാം, ഏത് സമയത്തും ചോദിക്കാം എന്നൊക്കെ. ഒരു പക്ഷേ അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഈ TRP റേറ്റിംഗ്, അതുപോലെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടാൻ വേണ്ടി നിർബന്ധിക്കുന്ന മാധ്യമ മുതലാളിമാർ കൂടിയായിരിക്കില്ലേ? അപ്പോൾ അവർക്കും ഈ നിരുത്തരവാദപരമായ നിലപാടിന് ചുമതല വഹിക്കാൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വം വഹിക്കാനുള്ള ബാധ്യതയില്ലേ? അതായത് ഇതൊരു ബിസിനസ്സാണല്ലോ. ഇപ്പോൾ ഇതൊരു വ്യവസായമാണ്. വലിയ തുക മുടക്കി നടത്തുന്ന ഒരു വ്യവസായം, മാധ്യമ വ്യവസായമായി നമ്മൾ അതിൻ്റെ ഭാഗമായി. അപ്പോൾ ഒന്നുകിൽ ആ വഴി പോകാം, അല്ലെങ്കിൽ വഴിക്കിറങ്ങാം. ഇതിപ്പോൾ സാധ്യമാകും. മാധ്യമരംഗത്തേക്ക് വരുന്ന ഒരാൾക്ക് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നിൽക്കാനാകാത്തൊരു സാഹചര്യമാണുള്ളത്. അത് മാനേജ്മെൻറ്റ് വിചാരിക്കണം. മാനേജ്മെൻറ്റിന് പരമാവധി ലാഭം ഉണ്ടാവണം. ആ പരമാവധി ലാഭം ഉണ്ടാകാൻ എന്തൊക്കെ വേണമോ, ഇപ്പോൾ ഒരു ആങ്കർ വന്നാൽ ആ ആങ്കറിൻ്റെ ഫോളോവേഴ്സ് കൂടി ഈ ചാനലിലേക്ക് വരും എന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ടുവരുന്നു. പിന്നെ അദ്ദേഹത്തെ അഴിച്ചുവിട്ടാൽ, കയറുചി വിട്ടാൽ അദ്ദേഹം മേയാവുന്ന എല്ലായിടത്തും മേഞ്ഞ് അതിനുള്ള ഫലം കൊണ്ടുവരും എന്ന് മാനേജ്മെൻറ്റ് തോന്നിയാൽ അയാളെ മേയാൻ വിടും. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.
അതല്ല ജേർണലിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ, പറയാതെ പോയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളും അത് ജനത്തിന് ഒരു മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് ആഴത്തിൽ അവരെ പഠിപ്പിക്കാനും പറയാനും ഒക്കെയുള്ള ഒരു പഴയ സ്കൂൾ ഓഫ് തോട്ടാണ് എനിക്കുള്ളത്. അത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏതായാലും മാധ്യമ മുതലാളി ഒരു യാഥാർത്ഥ്യമാണ്. ആ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലാളികളായി മാധ്യമപ്രവർത്തകർ മാറരുത് എന്നുള്ളതാണ് നമുക്ക് പിടിച്ചു നിൽക്കാവുന്ന. ഇപ്പോൾ ഒരു ടഗ് ഓഫ് വാറിൻ്റെ അവസാനം അങ്ങോട്ട് വലിച്ചെടുക്കുമ്പോഴും ഒരു വലി അകത്തേക്കുണ്ട്. ആ വലി ജീവിതാവസാനം വരെ വലിക്കണം, അല്ലെങ്കിൽ വലിച്ചങ്ങ് കൊണ്ടുപോകും. ഒരു പക്ഷേ വലിച്ചു കൊണ്ടുപോകുമായിരിക്കും. പക്ഷേ 3 മിനിറ്റിൻ്റെ ആ വലിയിൽ 2.25 മിനിറ്റ് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം. ആ 2.25 മിനിറ്റ് വരെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകും. അല്ലെങ്കിൽ ഈസിയായിട്ട് പിടിച്ചുകൊണ്ടു അത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാധ്യമ രംഗം തകർന്നു പോകും. ഇപ്പം അത്തരമൊരു തകർച്ചയിലൂടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ തകർച്ചയിലേക്കാണോ പോകുന്നത് എന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട്. സാർ, ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ പെട്ടെന്ന് ദൃശ്യമാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പം മറ്റ് അച്ചടി മാധ്യമപ്രവർത്തകർ ഒരു പക്ഷേ ഈ പറയുന്ന ചാനലിലെ വാർത്തയോ അല്ലെങ്കിൽ സ്ക്രോളോ ഒക്കെ കണ്ടിട്ട് പിന്നീട് ഫോണിൽ വിളിച്ചൊക്കെ എഴുതിയെടുത്ത് വാർത്തയൊക്കെ സൃഷ്ടിക്കുന്നവരുണ്ട്. ഇവിടെ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഔചിത്യം കാണിക്കാറില്ല. ഒരു മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണം, അവിടെ വരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, ഗസ്റ്റ് ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, അവരോട് എങ്ങനെ പെരുമാറണം, അതല്ലെങ്കിൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിൽ എങ്ങനെ വേണം, ഒരു സ്ഥലത്തേക്ക് പോകരുത്, പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അവിടെ പോകില്ല എന്ന് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപകടം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഇതൊന്നും പാലിക്കാൻ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല ജേർണലിസ്റ്റുകൾക്കും കഴിയുന്നില്ല. പൊതുസമൂഹത്തിലുണ്ടായിരിക്കുന്ന വിമർശനമാണ്. ഇപ്പോൾ സാറും ഞാനും ഒക്കെ ജേർണലിസം മേഖലയിലൂടെ കടന്നുപോയവരായതുകൊണ്ട് നമ്മൾ പറയുന്നതല്ല, ഇത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയും നിർബന്ധിതരാക്കുന്നത് ഈ മാനേജ്മെൻ്റ് ആണോ അതോ ഇവരുടെ ഒരു ആവേശമാണോ? മാനേജ്മെൻറ്റിൻ്റെ മുൻപിൽ മാർക്ക് കിട്ടാൻ ഈ ആവശ്യം വേണം. ഈ ആവേശം ആവശ്യമാണ്. അല്ലെങ്കിൽ പുള്ളി പോരാ എന്ന് മാനേജ്മെൻറ്റ് പറയും എന്നൊരു ധാരണ അവർക്കുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റഫും ഇല്ലാത്തയാൾ ഈ വാചകം കൊണ്ട് കയറി പോകുന്നവർ കാണുന്നുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ സ്റ്റഫുള്ള ഞാൻ പുറകിലാകരുതെന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റഫൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ വാക്കുകൊണ്ട് കയറിപ്പോൾ. അപ്പോൾ വാക്കുകൊണ്ടുള്ള കസർത്തായി മാറി മാധ്യമപ്രവർത്തനം. അതല്ല മാധ്യമപ്രവർത്തനം എന്ന് അറിയണമെങ്കിൽ അച്ചടി മാധ്യമത്തിലേക്ക് വരണം. അവിടെ വാചക കസർത്തില്ല. ഇപ്പോഴും പഴയ പോലെ തന്നെ എങ്ങനെയാണോ എന്താണോ പറയേണ്ടത് വളരെ കാര്യമായ പ്രകടമായ ഒരു മാറ്റം അതിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നത് കൂടുതലും രാവിലെ പത്രത്തിൽ കാണുമ്പോൾ സത്യമാണ്, അതിൽ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമം നടത്തുന്ന അവിടെയാണ്. അത്തരം വിശ്വാസ്യത ദൃശ്യമാധ്യമത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ വിശ്വാസ്യത ഉണ്ടായിരുന്നത് പിന്നെ പതിയെ നഷ്ടമായി പോയതാണെന്നും വേണമെങ്കിൽ പറഞ്ഞുകൂടെ? കാരണം ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം കിട്ടുന്ന ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുത്തു വെച്ചിട്ട് വലിയ ബ്രേക്കിംഗ് ആക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാർത്ത കൊടുത്താൽ ചിലപ്പോൾ ശരിയാവും. പക്ഷേ അങ്ങനെ പറ്റില്ല. മത്സരാധിഷ്ഠിതമായ ഈ കാലത്ത് ഇത്തരം വാർത്തകളെ ഒന്നുകൂടെ പൊലിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് അപകടകരം കൂടിയല്ല? അപകടകരമാണ്. പക്ഷേ ആദ്യം ഇപ്പോൾ തമാശ പറഞ്ഞ തല്ലുള്ളാവും. എല്ലാവരും ഒരു വാർത്ത ബ്രേക്ക് ചെയ്യും. എല്ലാവർക്കും എക്സ്ക്ലൂസീവാണ്. അതെ, എല്ലാവരും അത് എക്സ്ക്ലൂസീവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആങ്കേഴ്സും ഒരുപാട് സീനിയർ ജേർണലിസ്റ്റും ഇപ്പോഴും ഉള്ളൊരു സ്ഥലത്തു നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളും മരിക്കുമ്പോഴും മുൻ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലാണ് നമ്മൾ മരിച്ചു കിടക്കുക. അപ്പോൾ അത്ര താല്പര്യം നമുക്കുള്ളത് കൊണ്ട് നമുക്കങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞു പോണതാണ്. അത് നമ്മളൊരു നിയന്ത്രണം ഉണ്ടാകണം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് അവരുടെ ഒരു കൂട്ടായ്മ അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ പൈസ മുടക്കാൻ എനിക്ക് കിട്ടണം എന്നല്ല വിചാരിക്കും. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും അങ്ങനെ ചിന്ത വരാൻ പറ്റില്ല. കാരണം എൻ്റെ ജോലി, എൻ്റെ തൊഴിൽ, എൻ്റെ കുടുംബം അതൊരു വിഷയമാണ്. പക്ഷേ പത്രങ്ങൾക്കുള്ള റെഗുലേഷൻ പോലെ ഇവിടെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിനുള്ള റെഗുലേഷൻ, അല്ലെങ്കിൽ ഡിഫമേറ്ററി ആയിട്ടുള്ള ചില വാർത്തകൾ, അതിനൊക്കെ നിയന്ത്രണമുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നിയന്ത്രണമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും തോന്നുന്നു. ഉടനെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് എളുപ്പമല്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന
നിലയിലെ മാധ്യമപ്രവർത്തനത്തെ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് നമ്മളിങ്ങനെ നിന്ന് സംസാരിച്ചാൽ ഉത്തരം കണ്ടെത്താൻ പറ്റും തോന്നുന്നില്ല. നമ്മളെന്നല്ല, നമ്മുടെ കൂട്ടായ്മ ഒരുമിച്ചിരുന്നാലും പറയാം, പക്ഷെ നടപ്പിലാവില്ല. അതാണ് അവസ്ഥ. നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അച്ചടി മാധ്യമം, അത് പത്രം കിട്ടണം. രാവിലെ പത്രം കിട്ടിയാലേ ഒരു ഫ്രഷ് ആയിട്ടൊരു ദിവസം തുടങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ പലരും ഈ വർത്തമാന പത്രങ്ങൾ വാങ്ങിക്കുന്നില്ല വീട്ടിൽ. അഥവാ വാങ്ങിച്ചാൽ അതൊന്ന് തുറന്നു പോലും നോക്കാതെ അവിടെ വീട്ടിൽ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഇതിൻ്റെ വരിക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സർക്കുലേഷൻ കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടാണ്. ശരിക്കും അതുകൊണ്ടാണോ, വാർത്തയിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ല, ദൃശ്യമാധ്യമം നമുക്കിപ്പോൾ ഇനി ഓഫീസിലേക്ക് പോകുന്ന വഴിയും ഫോണിൽ വായിക്കാമല്ലോ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ സൗകര്യമുണ്ട്. മറ്റത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രാവിലെ വരുന്ന പത്രവും കൂടി കയ്യിലെടുത്തിട്ടാണ് നമ്മൾ രാവിലത്തെ യാത്ര പോവുക. ഇപ്പം അത് മാറി. ഇത് എനിക്ക് തോന്നുന്നത് വാർത്തകളോടുള്ള വിശ്വാസക്കുറവല്ല, കാലത്തിൻ്റെ മാറ്റമെന്നാണ് തോന്നുന്നത്. പൊതുവെ ആഴത്തിൽ ആരും ഒന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ തോന്നലാണ്. ആഴത്തിൽ ഒന്നിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അതൊരു പക്ഷേ കാലത്തിൻ്റെ ഒരു മാറ്റം. ഒരു പരസ്യം പോലെയല്ല, അതിനൊരു കണ്ടക്ടർ ടൂർ പോലെയാണ്. ഞാൻ എന്ത് വാങ്ങണം എന്ന് വേറെ ആരും തീരുമാനിക്കുന്നുണ്ട്. ഞാൻ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം, എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെയാണല്ലോ കണ്ടക്ടർ ടൂർ തീരുമാനിക്കുക. അതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ ചെലവിൽ ആരും അച്ചടിച്ച് വിൽക്കുകയാണെന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ കൊടുക്കേണ്ട ബില്ലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ചെല്ലുക, പൈസ കൊടുക്കുക, സാധനം വാങ്ങി പോവുക. ആ രീതിയിലേക്ക് ലോകം മാറി വന്നില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തനത്തിനൊന്നും ഇനി ഞാൻ കൊള്ളില്ല എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് കണക്കാക്കി വെച്ചിട്ടുള്ളൊരു സ്വയം വിലയിരുത്തൽ. എന്നെക്കൊണ്ട് എനിക്ക് പറ്റുന്ന പണിയല്ല ഇനി മാധ്യമപ്രവർത്തനം. അപ്പോൾ മറ്റുള്ളവരോ അവർ വളരെ ഫിറ്റാണ്, അവർ കഴിവുള്ളവരാണ്. ഈ പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനും കഴിവില്ലാത്ത ആളല്ല. വളരെ മിടുക്കന്മാരും മിടുക്കികളും പ്രഗത്ഭന്മാരുമായിട്ടുള്ളവരാണ് എല്ലാ ചാനലിലുള്ളത്, കുട്ടികൾ പോലും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ഏത് ചാനലിലും നമുക്കൊരു 3 പേരുടെ പേര്, ഇപ്പോൾ മനസ്സിൽ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ ഒരു 3 പേര് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇതാണ് ചേട്ടാ ചാനൽ എന്ന് പറഞ്ഞാൽ അതിലൊരു 3 പേരുടെ പേര് എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത്രമാത്രം നമുക്ക് അവരുമായിട്ട് നല്ല ബന്ധവും അവരുടെ കഴിവിൽ വിശ്വാസമുണ്ട്. പക്ഷെ അവർക്കും അത്രേ പറ്റുന്നുണ്ടാവുള്ളൂ. സ്വകാര്യ സംഭാഷണങ്ങൾ അവരും എൻ്റെ പൊന്നിയായിട്ട് ഒരു രക്ഷയില്ല എന്ന് അവരും പറയാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എല്ലാവരും നിരാശരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുതിരനിമിത്തം എന്ന് അവർ ചിലരൊക്കെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ വേണ്ടത് ജനറൽ ഒരു രക്ഷയില്ല, കാര്യം പ്രഷർ ഭയങ്കരമാണ്, ഇതിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യസന്ധമാണ്. അപ്പോൾ അവർക്കും ഒരു ചിന്തയില്ലാഞ്ഞിട്ടല്ല, പറ്റണ്ടേ, സാധിക്കണ്ടേ, അങ്ങനെ ആയിപ്പോയി. സർ, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ. അപ്പം ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് ആളുകളെ കബളിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല, വാർത്തകൾക്കപ്പുറത്തേക്ക് വിശകലനങ്ങളിലേക്ക് കൂടുതൽ തൽപരരായിട്ടുള്ള യങ്സ്റ്റേഴ്സ്, പ്രായമുള്ള ആളുകളൊക്കെ മാറിക്കഴിയും. ഇപ്പോൾ ABC നമ്മുടെ ചാനൽ ഉൾപ്പെടെ ചെയ്യുന്നത് വാർത്തയല്ല, വാർത്തയുമായി ബന്ധപ്പെട്ട വിശകലനം. എന്താണ് ഇതിൻ്റെ പ്ലസ്, എന്താണ് ഇതിൻ്റെ മൈനസ്, ഇതിലെങ്ങനെ ആളുകളെ അഫക്റ്റ് ചെയ്യും, ഇതിൻ്റെ എന്ത് വിശദാംശങ്ങൾ അറിയാം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊരു മൊബൈലിലൂടെ കാണാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നിനും സമയമില്ലാത്തതിനാൽ തന്നെ യാത്രക്കിടയിൽ നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടു പോകുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ബോറടിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത്. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ ഈ പറയുന്ന യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്കിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ വാർത്തകൾ ചുരുങ്ങി തുടങ്ങി എന്നൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ അങ്ങനെയാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. അത് എനിക്ക് തോന്നുന്നൊരു ഇതൊക്കെ ഒരു ഫേസ് അല്ലേ, ഒരു ഘട്ടമാണ്. ഒരു നമ്മൾ വന്നൊരു ഘട്ടത്തിൽ നിന്ന് ഇവിടെ എത്തി, ഇതും കടന്ന് വേറൊരു ഘട്ടത്തിലേക്ക് പോകും. ലോകത്തെ എല്ലാം പോകുന്ന പോലെ മാധ്യമപ്രവർത്തനം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒന്നും ആർക്കും പൂർണ്ണമായിട്ട് അറിയണ്ട. എന്താണ് വാസ്തവം, എന്താണ് യാഥാർത്ഥ്യം, അങ്ങനെ അറിയണ്ട. ഇപ്പോൾ സിനുജി എന്നോട് പറഞ്ഞു, അത് ശരിയാണ്, കറക്റ്റാണ് എന്ന് സിനുജി പറഞ്ഞ ആശയത്തോടും ആദർശത്തോടും എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാണ് ശരി. അത് പക്ഷെ ഇങ്ങനെ വിഷയമില്ലേ എന്ന് ഞാൻ ആലോചിക്കുന്നുമില്ല, ആലോചിക്കാൻ സിനുജിയോട് പറയുന്നുമില്ല. അപ്പോൾ ആ ഒരു മാറ്റം സമൂഹത്തിലുണ്ടായിട്ടുണ്ട്.
ഏതൊരു കാര്യവും നമ്മൾ അത്ര ഗൗരവ നമുക്ക് വേറെ പണിയുണ്ടല്ലോ. ഇതും നമ്മുടെ പണിയാണ്. ഇവിടെ ഒരു ലൈറ്റ് കത്താത്തതും അല്ലെങ്കിൽ ഒരു തീവണ്ടി ലേറ്റായിട്ട് വരുന്നതും ഒരു തീവണ്ടി ഓടാതിരിക്കുന്നതും ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയതൊക്കെ നമ്മുടെ വിഷയമാണ് എന്ന് ഇനി ആരാ നമുക്ക് പറഞ്ഞു തരിക? അങ്ങനെ ചിന്തിച്ചൊരു തലമുറയുടെ ഭാഗമാണ് നമ്മൾ. എന്നിട്ടാണ് ലോകപ്പെടാൻ വരെ എത്തിയത്. ഇതിപ്പോൾ 5 ബസ് അത് ഇങ്ങനെയാണ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഭാഗത്താണ് കുറ്റം. അതായത് KSRTC കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. KSRTC അവരിങ്ങനെ ഒരു ബസ് ഇങ്ങനെ ആളില്ല. അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം ഒരു സാധാരണ യാത്രക്കാരനുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം. ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. പക്ഷെ മാധ്യമപ്രവർത്തകർ ആരും ചെല്ലാത്ത ചില മേഖലയാണ് ഈ പൊതുമേഖലകളിൽ. ഞാൻ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ട്രാൻസ്പോർട്ടിന് ഞാൻ ഉദ്ദേശിക്കുന്നത് യാത്രാ സംവിധാനമുണ്ട്, KSRTC അല്ല. യാത്രാ സംവിധാനങ്ങൾ എത്രയോ മാറ്റം വരാനുണ്ട്. ഞാൻ ഒരു ഉദാഹരണം, ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. എനിക്ക് പറയാനുള്ള ഞാൻ പറയാം. അത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുത്താൽ മതി. ഈ സിനിജി യാത്ര ചെയ്യുന്ന ഒരാളാണ്. എത്രയോ കാലമായിട്ട് ജോലിയുടെ ഭാഗമായിട്ടും മക്കളെയും ഭാര്യയും കൊണ്ടാണ്. നിങ്ങൾക്ക് വൃത്തിയിലുള്ള ഒരു മൂത്രപ്പുര ഉള്ളതായിട്ട് കേരളത്തിൽ യാത്ര ചെയ്തിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ പുരുഷന്മാർക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ഭാര്യയ്ക്കും പെൺമക്കളുടെ അവസ്ഥ ആലോചിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് മറ്റ് അസുഖങ്ങൾ വരുന്നത് ഇതിന് വേണ്ട വൃത്തിയില്ല എന്ന് തോന്നി അത് പിടിച്ചു വെക്കുന്നുള്ള അസുഖം സ്ത്രീകൾക്ക് വളരെ കൂടുതലാണ് കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന്. പെൺകുട്ടികൾ പോലും സ്കൂളുകളിൽ പോലും ഇപ്പോഴാണ് കുറേയൊക്കെ ഭേദമായിട്ട് വരുന്നത്. പെൺകുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ അവരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ചില മാറ്റം. അതൊന്ന്. 2, ഒരു ചായ യാത്ര ചെയ്യണം. ഒരു ചായ കുടിച്ചാൽ കൊള്ളാം. സ്വാദായിട്ട് ചായ കിട്ടുന്നൊരു സ്ഥലം ബസ് ഓടുന്ന വഴിയിലോ തീവണ്ടിയുടെ ഉള്ളിലോ നമുക്ക് കിട്ടില്ല. പണ്ട് 30 വർഷം മുമ്പ് കുടിച്ച അതേ വാട്ട ചായ പിന്നെ എന്ത് മാറ്റം ഉണ്ടാവുന്നത്? അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചു, ദൈവമേ, ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഈ ക്യാൻറ്റീൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടുത്തെ ചായക്ക് ഈ സ്വാദായിരുന്നു. രാവിലെ 4 മണിക്ക് ഉണ്ടാക്കി വരുന്ന വെള്ളയപ്പവും ഉള്ളിക്കൂട്ടാനും നമ്മൾ ചോദിക്കുമ്പോൾ അതിലൊരു മുട്ട ഇട്ട് തരുന്ന സംവിധാനം 30 വർഷം മുമ്പ് ഇവിടെ ആയിരുന്നല്ലോ. അപ്പം 50 വർഷമായിട്ടുണ്ടാവും മൊത്തം. വലിയ മാറ്റം ഉണ്ടാവാത്ത എന്താ? അപ്പം എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗമല്ല, നമ്മുടെ ആഹാര രീതികളിൽ നമ്മൾ പുതിയ പല സാധനങ്ങളും വാങ്ങി വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് വേണ്ട ചില സാധനങ്ങളുണ്ട്. ഒരു നല്ല ചായ യാത്രക്കിടയിൽ കിട്ടുന്നത്. അപ്പോൾ അന്നൊരു കാറിലാണ് സിനിജി പോകണമെങ്കിൽ ഈ കട കൊള്ളാൻ തോന്നുന്നു. ഒരു ഇല്ലാത്തൊരു ഹോട്ടൽ നിർത്തി. അപ്പം ചിലപ്പോൾ ഭാര്യ വിളിച്ചു, കൊള്ളാട്ട് ചായ, നല്ല ചായ. അങ്ങനെ നല്ല ചായ അവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ പറഞ്ഞാൽ അച്ഛാ ഈ വട മതി എന്ന് പറയും. ആ വട ചിലപ്പോൾ ചൂടുള്ള വടയായിരിക്കും. എങ്ങനെ അയാൾക്ക് ചൂടുള്ള വട തരാൻ പറ്റുന്നത്? അയാളുടെ കൊച്ചു സെറ്റപ്പാണ്. ആ കൊച്ചു സെറ്റപ്പിൽ നല്ല സാധനം തരും. വലിയ സെറ്റപ്പിൽ നല്ല സാധനം കിട്ടുന്നില്ല. അവൻ പറയുന്ന സാധനം നമ്മൾ കഴിക്കണം. അവൻ പറയുന്ന ചായ കുടിക്കണം. അത് റെയിൽവേയിലെ ചായ ഇപ്പോഴും ഈ ബെർത്തിൻ്റെ മുകളിൽ നിന്ന് ചായ കുടിക്കുക. പണ്ടും അങ്ങനെ ചായ കുടിക്കുക. അപ്പോൾ ഒരു 50 പേരുടെ ക്യാൻ അവനൊരു 75 പേരുടെ ചായ കൊടുത്ത് ബാക്കി പാവം പോക്കറ്റാണ് ജീവിതം. അവൻ്റെ ജീവിതം അങ്ങനെ ഒഴിപ്പിക്കണം. പക്ഷെ നമുക്കെന്ത് കഴിച്ചു? നമ്മൾ ചായ തരുള്ളൂ, നല്ല ചായ. അതിൽ ചായപ്പൊടിയാണോ, ചായപ്പൊടിയൊക്കെ എന്തായാലും, പിന്നെ മറ്റു പല രീതിയിലാണ് വെള്ളം ചൂടാക്കുന്നതൊക്കെ. അതൊക്കെ നമുക്ക് പിന്നീട് ഹൈജീനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കും. ഒരു നല്ല ചായ കുടിക്കാൻ സാധിക്കാത്ത, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനത്ത് പൊതു യാത്രാ സംവിധാനത്തെക്കുറിച്ച് നമ്മളെങ്ങനെ ഊറ്റം കൊള്ളുക? പുതിയ ബസ് ഇറക്കിയത് കൊണ്ടോ, പുതിയ റൂട്ടുകൾ അനുവദിച്ചത് കൊണ്ടോ, സ്വകാര്യ ബസ്സിന് കൂടുതൽ ദൂരം ഓടാൻ അനുവാദം കൊടുത്തതുകൊണ്ടോ, നല്ല പുഷ് ബാക്ക് ചെയറും പുഷ് ബാക്ക് കസേരയും പുഷ് ബാക്ക് ചെയറും സീറ്റും ഡബിൾ ആക്സിലും ഒക്കെ ആയിട്ടുള്ള വണ്ടികളൊക്കെ, അതൊക്കെ വണ്ടിയുടെ ഗുണമാണ്. പക്ഷേ നിർത്തുന്ന സ്ഥലം എവിടെയാണ്? നിർത്തുന്നത് ആ ബസ്സിൻ്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും സൗജന്യമായി ഭക്ഷണം കിട്ടുന്ന ഒരു കടയില്ല. നമ്മൾ പേര് പറയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ പേരും പറയാം. ഈ നമ്മുടെ MC റോഡിൽ കൂടെ പോകുമ്പോൾ സാധാരണ നാട്ടുകാർ കഴിക്കാത്ത സ്ഥലത്തൊക്കെ വണ്ടി കൊണ്ട് നിർത്തുന്നുണ്ട്. നമുക്ക് കഴിക്കാനും പറ്റില്ല. കഴിച്ചില്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം വരെ പോകാൻ പറ്റും. ഇപ്പൊ പല സ്ഥലത്തും ഇപ്പൊ പുതുതായിട്ട് KSRTC ക്യാൻറ്റീൻ അല്ലാത്ത ഇടങ്ങളിൽ പുറത്ത് കടകളിൽ കൊടുക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഇതെങ്ങനെ വന്ന് കിട്ടു ഈ കട എന്ന് തോന്നാറുണ്ട്. ചില സ്ഥലത്ത് അവർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഒരു 120 രൂപയ്ക്ക് മുകളിലുള്ള സാധനം അവിടെ ഉള്ളൂ, വേറെ ഓപ്ഷനില്ല.
അപ്പോൾ എന്തുണ്ട് അത് ഇതുള്ളൂ. പിന്നെ അവൻ്റെ മുഖം മാറും. അതെ വേണമെങ്കിൽ കൊടുത്ത് കഴിച്ചിട്ടു ആ രീതിയായി. അതെ അതെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്ന എല്ലാവർക്കും ആവശ്യമുള്ള സാധനം. അതെ ഇപ്പോൾ ചോറാകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഐറ്റംസ് ആകാം, ഈ ചപ്പാത്തി പോലുള്ള വിഷയങ്ങളാകാം. അത് മിനിമം കുറച്ച് സാധനങ്ങൾ കൊടുക്കാവുന്ന ഒരു സ്ഥലം വേണം. അല്ലാതെ വഴിയിൽ എവിടെയും നിർത്തി കഴിക്കാം എന്ന് പറയുമ്പോൾ ആ കഴിക്കാനുള്ള നമ്മുടെ താല്പര്യം കൂടി അതിലുണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന് കാറ് വേണം എനിക്ക്. എന്നിട്ട് സിനിജി ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന കൊള്ളാൻ തോന്നും. കഴിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്ക് ഇഷ്ടം, കൊള്ളാൻ നന്നായിട്ടുണ്ട്. നമ്മൾ 4 പേര് പറയുകയും ചെയ്യും. ഇതൊക്കെയാണ് കാര്യം. അതൊരു മാറ്റം ഉണ്ടായിട്ടില്ല, മാറ്റം ഉണ്ടാകുന്നില്ല. കാലത്തിനനുസരിച്ച് എല്ലാ മേഖലയിലും, മീഡിയയിൽ മാത്രമല്ല ഈ ഗതാഗത മേഖലയിൽ, അതുപോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം അതൊക്കെ ഉണ്ടാവട്ടെ അല്ലേ, ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രമാത്രമല്ലേ പറ്റുള്ളൂ. ഉണ്ടാകും. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോൾ സിനിജി ഞാനും പറയുന്ന പോലെ നാളെ മറ്റൊരു ചാനലിൽ വേറൊരു സിനിജിയും വേറൊരു ബാലകൃഷ്ണനും ഇതിനേക്കാൾ രൂക്ഷമായി പറയുന്നുണ്ടാവും. അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഉത്തരം വരും. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനേ പറ്റുള്ളൂ. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിടാം. അപ്പോൾ എവിടെയെങ്കിലും സ്ഥലത്ത് ഉത്തരം തുടങ്ങും. അത് അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഉത്തരങ്ങളിലൊക്കെ എത്തുന്നത്. എൻ്റെ തലമുറയും നമ്മുടെ തലമുറയും നമുക്ക് മുമ്പുള്ള തലമുറയും ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ ഉണ്ടായി വന്നു. നമ്മൾ ഈ ചോദ്യങ്ങളെടുത്ത് ഇങ്ങനെ ആകാശത്തേക്ക് ഇടുന്നു. പുതിയ തലമുറ കുട്ടികൾ അതിന് ഉത്തരം കണ്ടെത്തി തരും. അങ്ങനെയാണല്ലോ ലോകം മുമ്പോട്ട് പോവുള്ളൂ. അല്ലാതെ നമ്മളോട് ലോകം അവസാനിക്കില്ലല്ലോ. നമുക്ക് കാത്തിരിക്കാം. ഉറപ്പായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.